ഇനി നമ്മൾ മൂന്നാറിലേക്ക് പോവുകയാണ്. സുധി, ഇപ്പോൾ ഈ മൂന്നാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി ഈ കയ്യേറ്റങ്ങളുടെ പേരിലാണല്ലോ പലപ്പോഴും ഈ മൂന്നാർ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് അത്തരത്തിലൊരു കയ്യേറ്റത്തിൻ്റെ വാർത്തയുണ്ട്. സന്ദീപ് രാജാക്കാട് റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. മൂന്നാറിൽ വൻകിട കമ്പനി അനധികൃതമായി കൈവശം വച്ചിരിക്കുന്നത് 70,000-ലധികം ഏക്കർ. സർക്കാർ ഭൂമി 2 സെന്റ് വരെ കയ്യേറ്റം ഒഴിപ്പിച്ച് ദൗത്യസംഘം ബോർഡ് സ്ഥാപിക്കുമ്പോൾ കയ്യേറ്റക്കാരുടെ പട്ടികയിൽ പോലും വമ്പൻ കമ്പനികൾ ഇടം പിടിച്ചിട്ടില്ല. വികസന പ്രവർത്തനങ്ങൾക്ക് മൂന്നാറിൽ സർക്കാർ ഭൂമിയില്ലെന്ന് അധികൃതർ ആവർത്തിച്ച് പറയുന്നതും ഈ വൻകിടക്കാരനെ സഹായിക്കാനാണെന്നാണ് ആരോപണം. തിരുവിതാംകൂർ രാജഭരണകാലത്ത് KDHP കമ്പനി രാജാവിൽ നിന്ന് പാട്ടത്തിന് വാങ്ങിയിരുന്നത് 1,27,654.56 ഏക്കർ ഭൂമിയായിരുന്നു. ഐക്യ കേരളം രൂപം കൊണ്ടതിനു ശേഷം ഭൂപരിഷ്കരണ നിയമം വരികയും തുടർന്ന് 1974 ഈ ഭൂമിയിൽ നിന്നും 70,522.12 ഏക്കർ മിച്ചഭൂമി സർക്കാർ ഉത്തരവ് പ്രകാരം ഏറ്റെടുത്ത് പുറമ്പോക്കിൽ ചേർത്തു. KDHP കമ്പനിയുടെ തേയിലത്തോട്ടത്തിന് നൽകിയിട്ടുള്ളത് 23,239.06 ഏക്കർ. വിറകിനായി മരം നട്ടു വളർത്താൻ നൽകിയിരിക്കുന്നത് 16,898.19 ഏക്കർ. കാലി വളർത്തലിനും മറ്റു മേച്ചിൽപ്പുറമായുള്ളത് 1,220.77 ഏക്കർ. ബിൽഡിങ്ങുകൾക്കും റോഡ്, പൂന്തോട്ടം, മറ്റു നിർമ്മാണങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ളത് 2,617.69 ഏക്കർ. കൃഷിയോഗ്യമല്ലാത്ത 6,393.59 ഏക്കർ. ഇങ്ങനെ എല്ലാത്തിനും കൃത്യമായ കണക്കുണ്ട്. ഇതെല്ലാം മാറ്റിയതിനു ശേഷമാണ് സർക്കാർ പുറമ്പോക്കിൽ ചേർത്ത 70,522 ഏക്കർ ബാക്കി നിൽക്കുന്നത്. ഇതെവിടെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. വിവരാവകാശ രേഖയിലും ഇത് വ്യക്തമാകുന്നുമുണ്ട്. ഇതുമാത്രമല്ല, ഭൂമി എവിടെയെന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ചില സർക്കാർ രേഖകളിൽ നിന്ന് വ്യക്തം. KDH വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് നൽകിയ റിപ്പോർട്ടാണിത്. ഇതിലും സർക്കാർ പുറമ്പോക്ക് 70,522 ഏക്കർ ഉണ്ടെന്ന് വ്യക്തം. ഈ ഭൂമിയിൽ ഭൂരിഭാഗവും ഇപ്പോഴും കമ്പനികളുടെ കൈവശമാണെന്നും കത്തിൽ പറയുന്നു. എന്നാൽ KDH വില്ലേജിൽ വിതരണത്തിനായി മിച്ചഭൂമി ഇല്ലെന്നാണ് റവന്യൂ വകുപ്പ് വിവരാവകാശത്തിന് മറുപടിയായി നൽകിയത്. കളക്ടർ കൊടുത്ത റിപ്പോർട്ടിൽ തന്നെ കാണുന്ന റിപ്പോർട്ടിൽ തന്നെ ഈ വൻകിട വ്യവസായത്തിന് വൻകിടക്കാർ കയ്യേറ്റ ഭൂമിയെക്കുറിച്ച് ഒരു പരാമർശം കാണുന്നില്ല. പാവപ്പെട്ട തൊഴിലാളികൾക്ക് വീട് കെട്ടാൻ സ്ഥലമില്ല എന്ന് പറയുന്നവർ എന്തുകൊണ്ട് പാവപ്പെട്ട തൊഴിലാളികൾക്ക് 10 സെന്റ് സ്ഥലം കൊടുത്ത് അതിൽ വീട് പണിഞ്ഞു കൊടുക്കുന്നില്ല? ഇതുമാത്രമല്ല, ഇന്ന് കയ്യേറ്റമൊഴിപ്പിക്കാൻ ജില്ലാ കളക്ടർ ഉപയോഗിക്കുന്ന നിവേദിത പി ഹരൻ റിപ്പോർട്ടിലും KDH കമ്പനിയുടെ സ്ഥലം അളന്നു തിരിക്കണമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതുമാത്രം ജില്ലാ ഭരണകൂടം കണ്ടതായി ഭാവിക്കുന്നു. സർക്കാർ ഖജനാവിലേക്ക് 1 രൂപ പോലും അടയ്ക്കാതെയാണ് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി സ്വകാര്യ കമ്പനി കൈവശപ്പെടുത്തി സ്വന്തമായി ഉപയോഗിക്കുന്നത്. സാധാരണക്കാരൻ വഴിയരികിൽ ഒരു പെട്ടിക്കട വെച്ചാൽ അതുപോലും കയ്യേറ്റമെന്ന് പറഞ്ഞൊഴിപ്പിക്കുന്ന റവന്യൂ വിഭാഗം ഈ വൻകിട കയ്യേറ്റം കണ്ടില്ല എന്ന് നടിക്കുന്നു. മാത്രമല്ല, ഇവരുടെ പേര് പോലും ഉച്ചരിക്കുവാൻ റവന്യൂ വകുപ്പ് തയ്യാറാകുന്നില്ല. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.